ഇത് ഇദ്ദേഹം തന്നെ ചെയ്ത കാര്യമാണ്. സ്വന്തം ഭാര്യയോട് ഇത്രയും സ്നേഹവും ആത്മാർത്ഥതയും ഇല്ലാത്തൊരു മനുഷ്യൻ എന്നേ എനിക്ക് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാവുകയുള്ളൂ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മളെ വളരെയധികം വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു മലപ്പുറത്ത് നിന്ന് അറിഞ്ഞതല്ലേ. 5ാമത്തെ പ്രസവത്തിൽ അസ്മ എന്ന് പറയുന്ന യുവതി മരണപ്പെട്ട വിവരം. പൊതുവേ എന്ന് പറഞ്ഞാൽ പ്രസവം എന്നത് അത്രയധികം കോംപ്ലിക്കേഷൻ ഉള്ള കാര്യമാണ്. നമ്മളൊക്കെ പറയും അസ്രായില് റൂഹ് വലിക്കുന്ന ആ ഒരു വേദനക്ക് അടുത്ത് വരും പ്രസവ വേദന എന്നുള്ളത്. അപ്പോൾ അത്രയധികം ക്രിട്ടിക്കലായിട്ടുള്ള അത്രയധികം ടെൻഷൻ അനുഭവിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ മരണപ്പെട്ടു പോകുമെന്ന് വരെ ചിന്തിച്ചു പോകും. പ്രസവ വേദനയിൽ മരണതുല്യമായിട്ടുള്ള വേദന തന്നെയാണ്. ഇതറിയാത്തവരായിട്ട് ഒരു സ്ത്രീയും ഉണ്ടാവില്ല അല്ലേ. പ്രസവിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും അറിയാം എന്താണ് പ്രസവ വേദന എന്നുള്ളത്. അപ്പോൾ 4 പ്രസവം വരെ കഴിഞ്ഞ ഈ ഉമ്മാക്ക് 5ാമത്തെ പ്രസവം വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നു. യുവതിയുടെ ആദ്യത്തെ 2 പ്രസവവും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിലുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇവർ ഗർഭിണിയാണെന്നുള്ളത് ആശാ വർക്കർക്ക് പോലും അറിയില്ല. കാരണം ആശാ വർക്കർ ചോദിച്ച ടൈമിൽ പറയുന്നത് ഞാൻ ഗർഭിണിയല്ല എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെയാണ് ട്വിസ്റ്റായിട്ട് ഒരു വില്ലൻ പരിവേഷം അണിഞ്ഞിട്ട് ഈ ഭർത്താവായിട്ടുള്ള സിറാജ് വരുന്നത്. അദ്ദേഹം ഒരു ഉസ്താദാണ്. പക്ഷെ തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ഈ ഒരു ഉസ്താദ് ചെയ്ത തെറ്റിൻ്റെ പേരിൽ നല്ലവരായിട്ടുള്ള ഒരുപാട് മുസ്ലിയാർമാരുണ്ട്. അവരൊക്കെ പേരുദോഷം കേൾക്കുന്നത് ശരിയല്ല. കാരണം എൻ്റെ മുന്നിലും ഉണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട് ഉസ്താദുമാർ. അവരൊക്കെ അവരുടെ ഭാര്യമാരുടെ പ്രസവത്തിന് ടൈമിൽ എത്രത്തോളം ടെൻഷൻ അടിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അവരവരുടെ ഭാര്യമാർ നോക്കുന്നത് എന്നുള്ളത് നന്നായിട്ടറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഉസ്താദുമാരുണ്ട്. ഇതുപോലുള്ള ഉസ്താദുമാർ കാരണം അവരെപ്പോലുള്ളവർക്കും പേരുദോഷമാണ്, ചീത്തപ്പേരാണ്. ഇപ്പം ഈ ഉസ്താദ് ചെയ്തേക്കുന്നത് 1ഉം 2ഉം തെറ്റൊന്നുമല്ല. അവരുടെ വീട്ടുകാർക്ക് പോലും അറിയില്ല മകളുടെ പ്രസവം എന്നാണെന്നുള്ളത്. പ്രസവം കഴിഞ്ഞതിന് ശേഷം ഈ രക്തസ്രാവമൊക്കെ എത്തി ക്രിട്ടിക്കലായിട്ട് പോലും ആ കുഞ്ഞിനെയോ ഉമ്മയെയോ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള മനസ്സ് പോലും ഇദ്ദേഹം കാണിച്ചില്ല. ഉസ്താദുമാർ തന്നെയാണ് ഒരു സ്ത്രീയെ എങ്ങനെ പരിഗണിക്കണം, എങ്ങനെ അവരെ സ്നേഹിക്കണം എന്നുള്ളത് പഠിക്കുന്നത്. ഇസ്ലാം കൃത്യമായിട്ട് പെണ്ണിന് കൊടുക്കേണ്ട പരിഗണനയെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച ആളുകൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് മുസ്ലിം സമുദായത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാകുന്നത്. ഇപ്പം അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇവർ കാരണം ഒരിക്കലും മറ്റ് നല്ലവരായിട്ടുള്ള ഒരു ഉസ്താദുമാർക്ക് പോലും പേരുദോഷം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും പുറത്ത് വരേണ്ടതുണ്ട്. ഇത്തരം ഉസ്താദുമാരുടെ കപടതയും കള്ളമുഖങ്ങളും പൊയ്മുഖങ്ങളൊക്കെ പുറത്ത് വരേണ്ടതുണ്ട്. ഇപ്പോൾ നാട്ടുകാർ ഇതൊക്കെ അറിഞ്ഞിട്ട് പ്രസവമൊക്കെ കഴിഞ്ഞു ഭാര്യ മരണപ്പെട്ടു എന്നുള്ള വിവരമൊക്കെ അറിഞ്ഞുകൊണ്ട് ഉസ്താദിനെ ചോദ്യം ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കാണാം. നീ ജീവൻ കൊടുപ്പിച്ചതാണ്, നീ ജീവൻ കൊടുപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോയിനെ പറപ്പിക്കുന്ന ആളല്ലേ? നീ ചുട്ട കോയിനെ പറപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ താക്കി. ഞങ്ങൾ രക്തത്തിന് പറഞ്ഞു വിട്ടേക്കാം. കൊടുക്കാൻ പോണുള്ളൂ. ഇനി കൊടുക്കാൻ പോണുള്ളൂ. നീ കോൾ ചെയ്യണ്ട, നമ്പർ കാട്ടി തന്നാ മതി. ഞാൻ കോൾ ചെയ്യണ്ട. ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം. ആ ഇവരെ നീ എപ്പോഴാ വിളിച്ചേ? നീ മറ്റേ ഈ ആശുപത്രി മറ്റേ ഈ ഇതിന് വേണ്ടിട്ടേ വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ? അല്ലടാ, വണ്ടിക്ക് വേണ്ടി. അപ്പൊ ഉമ്മ അവിടെ ഇല്ലേ? പ്രസവം എടുത്തേക്കല്ലേ? പ്രസവമൊക്കെ എടുത്ത് ഇവിടെ കഞ്ഞി കുടിച്ച് നോർമലായി അവര് പോയി. അവര് പോയതിനു ശേഷമാണ് ശ്വാസം മുട്ട് വന്നത്. ശ്വാസം മുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു. ഉമ്മ അവർക്ക് ശ്വാസം മുട്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ തരത്തിലുള്ള ഞാൻ കിടക്കട്ടെ നോക്കി കിടന്നു. പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അവരെടുത്ത് പറഞ്ഞു പ്രസവം എടുത്തതിന്റെ ക്ഷീണം ഉണ്ടാകും. മുമ്പത്തെ പ്രസവത്തിന് അങ്ങനെ. നീ എത്ര മണിക്കാ മറ്റേ തള്ളനെ വിളിച്ചേ? കുറെ മണിക്ക് സമയം. അല്ലടാ, എന്റെ തള്ള വന്നോ? പറയുന്നേ കേക്ക്. കിടന്നോ, ഞാൻ വിളിച്ചാൽ ഞാൻ കിടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ കിടന്ന ശേഷം പിന്നെ അവർക്ക് അണങ്ങുന്നില്ല. അപ്പോഴാണ് അണങ്ങലാന്ന് പ്രസവത്തിന് അവരുടെ വണ്ടി അതിന് വിളിച്ചായിട്ട് വണ്ടി ഉണ്ട്. അവരുടെ വണ്ടി ഉണ്ട്. അവരുടെ വണ്ടിയായിട്ടൊന്ന് വരാൻ വേണ്ടി വിളിച്ചു. വണ്ടി വന്നോ? എല്ലാം ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലും. നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് എല്ലാം ഒറ്റ ടൈമിൽ. മോനോണ്ടല്ലോ ചോദിച്ചു നോക്ക്. നീ മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്, നിന്റെ അടുത്തുനിന്ന് അറിയേണ്ടത്. ഈ ഒരു നാട്ടുകാർ തന്നെ ഈ കാര്യത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ഉസ്താദിനെ. ഇപ്പൊ മക്കളോട് ചോദിക്കും, മക്കള് പറയുന്നൊക്കെ പറയുന്നു. ഈ അസ്മ എന്ന് പറയുന്ന ഭാര്യ തന്നെ
ആശാ വർക്കറോട് പറഞ്ഞേക്കുന്നത് ഞാൻ ഗർഭിണിയല്ല എന്നുള്ളതാണ്. ആ അയൽവാസികൾക്ക് പോലും അറിയില്ല ഗർഭിണിയാണെന്നുള്ളത്. ഇപ്പോൾ 1.5 വർഷത്തോളമായി മലപ്പുറം നാട്ടിൽ ഇവർ നിൽക്കുന്നത്. ആലപ്പുഴയാണ് എക്സാക്റ്റ് ഇവർ നാട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ആരുമായിട്ടൊരു ബന്ധവുമില്ലാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭർത്താവിൻ്റെ കടുംപിടുത്തം തന്നെയായിരിക്കും. അല്ലാതെ ഒരു കൂട്ടിലിട്ട പോലെ ഒരിക്കലും നിൽക്കാൻ വേണ്ടിയിട്ടാവില്ല. ഇദ്ദേഹം ഒരു ഉസ്താദായാൽ പോലും എനിക്ക് ഇദ്ദേഹത്തോട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം ഒരു ബഹുമാനവും തോന്നുന്നില്ല. ഇനി ഉസ്താദുമാരെ ബഹുമാനിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കമൻസും കാര്യങ്ങളായിട്ട് ആരും വരണ്ട. ഞാൻ പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലക്കാണ്. ഒരു പ്രസവത്തിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എനിക്കറിയാം. ആ പ്രസവത്തിൻ്റെ ടൈം നമ്മൾ എന്തൊക്കെ ചിന്തിക്കുമെന്നുള്ള കാര്യവും നന്നായിട്ട് അറിയാം. പണ്ട് കാലത്തൊക്കെ പ്രസവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് പ്രസവിച്ചുകൊണ്ട് മരിച്ചാൽ വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ട് എല്ലാവരും മരിക്കുമെന്നില്ല. ഇപ്പം എല്ലാവരും പറയുന്നത് പോലെ അവിടെ അവർക്ക് മരണത്തിൻ്റെ സമയം എത്തി. എന്നാലും ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പോലും നോക്കിയിട്ടില്ല. ഈ ഭർത്താവായിട്ടുള്ള ഈ മനുഷ്യൻ ഒരു കാര്യം പോലും നോക്കിയിട്ടില്ല. അതാണ് സങ്കടമാകുന്നത്. ഈ പ്രസവം കഴിഞ്ഞ് അമിതമായിട്ടുള്ള രക്തസ്രാവവും കാര്യങ്ങളൊക്കെ വന്ന് ശ്വാസമുട്ടലൊക്കെ വന്നെന്ന് പറയുന്നു. ആ ടൈമിൽ പോലും ഈ ചോര കുഞ്ഞിനെ, ഈ ചോര പൈതലിനെ എടുത്തിട്ട് ഈ ഭാര്യയും കൊണ്ട് ഒന്ന് പൊക്കൂടായിരുന്നോ ഹോസ്പിറ്റലിലേക്ക്? ഒരു ചെറിയൊരു ഹോപ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ലേ? ഭാര്യയെ രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു ചെറിയൊരു ചിന്തയെങ്കിലും ഉണ്ടാവണ്ടേ? അങ്ങനെ ഒരു തോട്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് വന്നോ? ഇല്ല, വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോലും പോയിട്ടില്ല. ആംബുലൻസിൽ കയറ്റിയിട്ട് ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞേക്കുന്നത് ശ്വാസം മുട്ടലെന്നാ. ഭാര്യ ഇവിടെ മരണപ്പെട്ട് കിടക്കുക, എന്നിട്ട് പറഞ്ഞത് ശ്വാസം മുട്ടലെന്ന്. ഇന്നത്തെ കാലത്ത് വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കണം എന്നുള്ള ഒരു നിർബന്ധവും. പണ്ട് കാലത്തൊക്കെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഉമ്മാമാർ, എൻ്റെ ഉമ്മ പോലും എന്നെ പ്രസവിച്ചത് വീട്ടിൽ നിന്നാണ്. 94-95 കാലഘട്ടത്തിൽ പ്രസവമൊക്കെ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ എൻ്റെ ഉമ്മക്ക് പ്രസവിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നത് പേടി കൊണ്ടാണ്. അതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, ഒരു തവണ ലേബർ റൂമിൽ കയറ്റിയ ടൈമിൽ അവർ കത്രിയ വെക്കുന്നത് കണ്ടു. കാരണം അതുണ്ടാവും പ്രസവ ടൈമിൽ, കുട്ടി പുറത്തേക്ക് വരുന്ന ടൈമിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ ചെയ്യുന്നത് കണ്ടിട്ട് ആ ഭയം കൊണ്ട് ഉമ്മ പോയില്ല ഹോസ്പിറ്റലിലേക്ക്. പേടിച്ചിട്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു, കത്തി വെക്കാൻ ഞാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു ഭയം കൊണ്ട് ഉമ്മയുടെ നിർബന്ധം കാരണം സുഖപ്രസവമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ പ്രസവിച്ചു. പക്ഷെ ആ പ്രസവത്തിൽ ഉമ്മ എടുത്തൊരു ശബ്ദമായിരുന്നു, ഇനി ഒരു കാലത്ത് ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതാണുള്ളത്. കാരണം അത്രയധികം കോംപ്ലിക്കേഷൻ ഉണ്ടായത്. വേദന അത്രയധികം തിന്നു. വേദന സഹിച്ച് മണിക്കൂറുകളോളം സഹിച്ചിട്ടാണ് ഉമ്മ പ്രസവിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെയല്ല. വേദന വന്നു കഴിഞ്ഞാൽ അവരതിനുള്ള മരുന്നും കാര്യങ്ങളും വെക്കും, നന്നായിട്ട് വന്ന് പെട്ടെന്ന് പ്രസവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ടും വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ വേണ്ടി നിർബന്ധിക്കണം എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ കാണത്തിന് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം ഒരു ഉസ്താദായാലും ആരായാലും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവില്ല. ഈ 5ാമത്തെ പ്രസവ, ഈ 4 പ്രസവം കഴിഞ്ഞ് 35 വയസ്സെന്നാണ് പറയുന്നത്. അപ്പോൾ 35 37 പറയുന്നുണ്ട്. അപ്പോൾ ഈ വയസ്സിനിടയിൽ 5 പ്രസവ. ഒരു സ്ത്രീക്ക് പ്രസവവേദന സഹിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് തീരെ സഹിക്കാനാവില്ല. പണ്ടത്തെ കാലത്തുള്ള പെണ്ണുങ്ങന്മാരുടെയൊക്കെ ശരീര പ്രകൃതിയോ അല്ലെങ്കിൽ ആരോഗ്യമോ ഒന്നുമല്ല ഇന്നുള്ള തലമുറയിലെ സ്ത്രീകൾക്കുള്ളത്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കണം. ഭൗതികപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഡോക്ടറായിട്ട് ഇവർ തന്നെ, ഭർത്താവ് തന്നെ ഡോക്ടറായി പൊക്കിൽ കൂടി അങ്ങ് മുറിച്ചു, കുട്ടിയെ അങ്ങ് വേർപെടുത്തി, ഭാര്യക്ക് നന്നായിട്ട് അങ്ങ് രക്തസ്രാവം വരിക, ക്ഷീണിച്ചു പോയി. ആ സ്ത്രീക്ക് ഇനി ഒന്നും സഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതായി. ആ 4 മക്കൾക്ക് ഉമ്മയെ നഷ്ടപ്പെടുത്തിയതിന് ഇവർ മാപ്പർഹിക്കുന്ന തെറ്റല്ല ചെയ്തേക്കുന്നത്. 4 മക്കൾക്കാണ് ആ ഉമ്മയെ ഇല്ലാതാക്കിയത്. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും മരണമൊക്കെ നടക്കും, ഇല്ലെന്ന് പറയുന്നില്ല. ഈ വീട്ടിൽ നിന്ന് പ്രസവിച്ചത് കൊണ്ട് മാത്രം മരിച്ചു എന്നുള്ളതല്ല. പണ്ടുള്ള കാലത്തുള്ള സ്ത്രീകളൊക്കെ പ്രസവിച്ചേക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അതൊക്കെ ഈ ആധുനിക സജ്ജീകരണങ്ങളില്ലായിട്ടാണ്. അന്നൊക്കെ വയറ്റാട്ടി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പ്രസവമൊക്കെ എടുക്കുന്നത്. അല്ലാണ്ട് ഇതുപോലെ ഭർത്താവല്ല എടുക്കുക. എന്നാലും അവർ പറയും എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ്. കാരണം അടുത്തടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. പ്രസവവേദന വരുന്ന ടൈമിൽ പെട്ടെന്ന് അവിടെ എത്തിച്ചേരില്ല. വഴിവെക്കുന്ന പ്രസവിക്കേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വയറ്റാട്ടി വന്നിട്ട് പ്രസവമൊക്കെ എടുക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. മുക്കിന് ഹോസ്പിറ്റലാണ്. അത് പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും. ഇനി പ്രൈവറ്റിൽ പോകാൻ വേണ്ടി പണമില്ലെന്ന് വെച്ചോ, ഗവൺമെന്റ് നല്ല സജ്ജീകരണം ഉണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രസവിച്ച് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരോടും കൂടി. പ്രസവത്തിന് പോകുന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ അടുത്ത് പണമില്ലെങ്കിലോ ഉണ്ടെങ്കിലോ ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെ ബെറ്റർ എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റൽ അടിപൊളിയാണ്. നന്നായിട്ട് തന്നെ നഴ്സും ഡോക്ടേഴ്സും ഒക്കെ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇത്രയൊക്കെ സജ്ജീകരണങ്ങൾ ഗവൺമെന്റ് പോലും ഇവിടെ ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിയിട്ടും എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് പ്രസവിപ്പിച്ചു? എന്തിനു വേണ്ടിയിട്ട് നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഇതൊക്കെ മറച്ചു വെച്ചു? ഇതൊക്കെ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരു പ്രസവ വേദന എന്ന് പറഞ്ഞാൽ മരണവേദന തന്നെയാണ്. അതിന് തുല്യമായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെ സഹിച്ചിട്ട് ആ ഉമ്മ മരണപ്പെട്ടു. ഇതിനുള്ള കുറ്റം പൂർണ്ണമായിട്ടും ഈ ഉസ്താദ് തന്നെ ഏറ്റെടുക്കേണ്ടത്. കാരണം ആ ഒരു ടൈമിൽ ഒരു പരിഗണനയും ഈ പെണ്ണ് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, പ്രസവിപ്പിക്കാം, മറ്റുള്ളവരെ അറിയിക്കാം, ഇതൊന്നും ചെയ്തില്ല. എല്ലാം അങ്ങ് പൊത്തി വെച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ടോ? ഒരിക്കലും ഈ കാര്യത്തോട് ന്യായീകരിക്കാൻ തോന്നുന്നേയില്ല. തികച്ചും ഇത് വ്യക്തിപരമായിട്ടുള്ളൊരു താല്പര്യം മാത്രമാണ് അദ്ദേഹത്തിൻ്റെത്. അല്ലാതെ മുസ്ലിം സമുദായത്തിൽ പ്രസവം ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കണം എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. പണ്ട് കാലത്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക സജ്ജീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഓരോ കാലം മാറുന്നതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താൻ വേണ്ടി നമ്മളെ ജീവിത ശൈലിയിലും അതുപോലെ തന്നെ ജീവിത നിലവാരത്തിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർക്ക് റബ്ബ് ബുദ്ധി തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കണം. അല്ലാതെ എന്നാൽ ഇതുപോലുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഒരു സമുദായത്തിന്റെയും പേരിൽ ഇതിനെ ക്രൂശിക്കേണ്ട ആവശ്യം ഇല്ല.